കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നീ പോകുമ്പോഴേ കാറും ജീപ്പൊന്നും എടുക്കണ്ട, സ്കൂട്ടറും എടുക്കണ്ട. സാധാ വണ്ടി പോയാൽ മതി. പ്രൈവറ്റ് ബസ്സിലോ KSRTC ബസ്സിലോ പോകും. വെറുതെ പെട്രോൾ കത്തിച്ച് കളഞ്ഞ എന്തിനാ? മാത്രമല്ല വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്കാ. അതെ അതെ. ഉച്ചക്ക് ഊണ് കഴിക്കുമ്പോ ടൗണിൽ പോയിക്കോ. ജംഗ്ഷനിൽ നിന്ന് വരെ കിഴക്കോട്ട് പോകുമ്പോ 2 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ 30 രൂപയുടെ ഊണുണ്ട്. അത് കഴിക്കും. തിന്നതൊക്കെ ഒന്ന് തയ്ക്കട്ടെ കേട്ടോ. ശരി ശരി. ശമ്പളം ഈ മാസം ഞാൻ തരാം. ഓക്കെ, ശരി ശരി. പിന്നെ കമ്പനിയുടെ ആളോട് പറഞ്ഞേക്കാം, അവര് ഗൂഗിൾ പേ ചെയ്തതിൽ 2 എണ്ണം കളന്നോട്ടാണ്. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. എന്റെ മനുഷ്യ, നിങ്ങളിങ്ങനെ ഫോൺ ചെയ്ത് നിന്നാ മതിയാ? അടുത്ത ഞായറാഴ്ച നമ്മുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാരെയൊക്കെ ഒന്ന് വിളിച്ച് ആഘോഷിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ബന്ധുക്കളെ എല്ലാത്തിനെയും കൂടി വിളിച്ചിട്ട് നമുക്കൊരു 2 ദോശയും 3 ചട്നിയും ഒരു കട്ടൻ കാപ്പിയും കൊടുത്തിട്ട് എല്ലാരെയും വിളിച്ചിട്ട് ഒരു ചെറിയൊരു കരോക്കെ ഗാനമേള നടത്തി അങ്ങ് വിടാം. അയ്യേ, ദോശയും ചട്നിയാ? അതൊന്നും പറ്റത്തില്ല. മസാല ദോശയാക്കാം നമുക്ക്. അതൊന്നും വേണ്ട, ബിരിയാണി മതി. ബീഫ് ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി വേണം, അതാ ഫിഷ് ബിരിയാണി വേണം. ഇതിലേതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഇപ്പൊ ട്രോളിംഗ് നടക്കുന്ന സമയമാണ്, മീനിന് ഭയങ്കര വിലയാണ്. മത്തിക്ക് എന്നാ വിലയെന്ന് നിനക്കറിയാമോ? 400. ചിക്കൻ ആണെങ്കിൽ എന്ത് വിലയാണ്? നല്ല വില കയറ്റിക്കൊണ്ടിരിക്കണേ. ഒരു 2-3 ചിക്കൻ മേടിക്കുക, ഒരു 5 കിലോ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് എല്ലാവർക്കും കൂടി വെച്ചിട്ട് ഒരു ഇഷ്ടം വെച്ചിട്ട് കുറച്ച് ബ്രെഡും കൂടി മേടിച്ചിട്ട് ചെറിയൊരു കരോക്കെ നടത്തിയിട്ട് അങ്ങോട്ട് വിട്ടേക്കാം. അത് മതി മതി മതി. 10 പൈസ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ കളയരുത്. എന്തേലും ആവട്ടെ, ഇവരെയൊക്കെ ഒന്ന് പോയി വിളിക്കണം. ഇന്ന് ഇറങ്ങിയാലേ തീരുള്ളൂ. എടി, എല്ലാവരെയും പോയി വിളിക്കാന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോളും കത്തിച്ച് അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മുടെ സമയവും നഷ്ടം, നമ്മുടെ പെട്രോളും നഷ്ടം. അതൊന്നും വേണ്ട. കൊച്ചാപ്പന്റെ മോളുടെ കല്യാണം ഉണ്ട്. ഇപ്പൊ ഞായറാഴ്ചയല്ലേ നമ്മുടെ പരിപാടി, വെള്ളിയാഴ്ച അവളുടെ കല്യാണവും. പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അവരോടൊപ്പം നമ്മൾ കാര്യങ്ങൾ പറയുന്നു. ഞായറാഴ്ച നമ്മുടെ വീട്ടിലേക്ക് വരണം. ഇത്ര മാത്രം പറയുമ്പോൾ പെട്രോളിൽ ലാഭം, നമ്മുടെ സമയം ലാഭം. വെറുതെ എന്തിനാടി പൈസ കളയാണ്? എടി, കാശ് ഉണ്ടാക്കാൻ പഠിക്കണം, കളയാനല്ല പഠിക്കേണ്ടത്. പോട്ടെ, അതെല്ലാം പോട്ടെ. ഈ ആനിവേഴ്സറിക്ക് നിൽക്കുമ്പോ നല്ലൊരു തുണി കൊടുത്തോണ്ട് എനിക്കൊരു പട്ടുസാരി മേടിച്ചു തരാമോ? നീ ഒരു കാര്യം ചെയ്യും, 2 ഷർട്ട് ഫ്രീ കിട്ടുമ്പോൾ ഒരു സാരിയും കൂടി കിട്ടുമെന്ന് നോക്കും. അല്ലെങ്കിൽ ഒരു സാരി മേടിക്കുമ്പോൾ 2 ഷർട്ട് ഫ്രീ കിട്ടുമെന്ന് നോക്കും. ഒന്ന് എനിക്കൂടാ, ഒന്ന് എന്റെ മോനും ഇടാം. ഉള്ളത് കൊണ്ട് ഉഴപ്പം പോലെ അങ്ങോട്ട് കളന്നു വെച്ചാൽ മതി. ആരെയും വിളിക്കണ്ട, ആ പള്ളിയിലച്ഛനെങ്കിലും ഒന്ന് പോയി വിളിക്കും. പള്ളിയിലച്ഛനെ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറയും. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയി എന്റെ പെട്രോളും കത്തിച്ച് കാശ് കളയാൻ ഞാനില്ല. കാശേ ഉണ്ടാക്കാൻ പഠിക്കണം. വേറൊരു കാര്യം മറന്നുപോയി, ഒരു 25 മെഴുകുതിരി മേടിക്കണം. കേക്കിന്റെ പൊക്കത്ത് കുത്തി വെക്കണ്ടേ? ഒന്നും വേണ്ട, കേക്കിന്റെ പുറത്ത് നമ്മൾ 25 എഴുതി അങ്ങോട്ട് വെച്ചിട്ട് ഒരു 8 മെഴുകുതിരി കത്തിച്ചാൽ മതി. വെറുതെ 25 മെഴുകുതിരി കത്തിച്ചിട്ട് കാശ് കളയാനൊന്നും ഞാനില്ല. എന്റെ പൊന്നു മോളെ, എന്നെ വെറുതെ കാശ് കളയിപ്പിക്കരുത്. എടീ, ഞാനേ ഒറ്റ മോനാ, എന്റെ അപ്പൻ ഒറ്റ മോനാ. അന്ന് അങ്ങനെ പിശുക്ക് ജീവിച്ചത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഓടിയും ഈ ബെൻസും ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. ഒന്നും മേടിക്കാതെ അത്യാവശ്യം വെറുതെ പെട്രോൾ അടിച്ച് കാശ് കളയാതെ ഞാൻ അതിൻ്റെതായ രീതിയിൽ ജീവിക്കണോണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ എന്റെ മോൻ ഇത് കണ്ട, ഈ ഡ്രസ്സ് കണ്ട, ഞാൻ മുഷിയാതെ സൂക്ഷിക്കണണ്ട. ഇതുപോലെയല്ല നിന്റെ മോൻ. അവന്റെ ആവശ്യ അവനിങ്ങനെ സൂചിച്ച് മതിച്ച് കിടക്കുക. അവരോട് ആദ്യം ഒന്ന് പറഞ്ഞു പഠിക്കും. എന്തായാലും നിങ്ങളുടെ സ്വഭാവം ആ കൊച്ചിന് കിട്ടിയില്ല. ദൈവഭാഗ്യം. വന്നെ നിന്റെ പൊടിമോൻ. എന്നാ അപ്പച്ച കൂപ്പച്ച? എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു ചർച്ചയിലാണല്ലോ? ചർച്ചയാണ്. നീ ഇന്നൊരു പെണ്ണിനെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് നീ ടൗൺ മൊത്തം കറങ്ങില്ല. നീ കറങ്ങിയടാ, നീ കറങ്ങോ? അപ്പച്ചനെങ്ങനെ അറിഞ്ഞു? എടാ, എനിക്കിത് പറഞ്ഞു തരാൻ ആളണ്ടാ. നീ ഇന്നൊരു പെണ്ണിനെ ഇരുത്തിക്കൊണ്ട് അപ്പുറം ഇപ്പുറം കാലിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങിയാ. അവന്റെ പ്രായമല്ലേ അത്. നീ എവിടെയൊക്കെ പോയടാ? എവിടെയൊക്കെ പോയടാ? ഇവിടെ പോയില്ല, ഫോറം മാളിൽ പോയി, ലുലു മാളിൽ പോയി, ബീച്ചിൽ പോയി, പാർക്കിൽ പോയി, ഹോട്ടലിൽ പോയില്ല. ഹോട്ടലിൽ പോയി. നീ അവിടെ പോയിരുന്നു ഇങ്ങനെ ആക്കി തിന്നു, പായസം കുടിച്ച്, അടിച്ചിടാ, ബിരിയാണി ഇല്ലേ? അപ്പച്ചന് പറഞ്ഞു തരാൻ ആളണ്ടാ. ഞാനേ 10 പൈസ ചെലവാക്കാതെ ഞാൻ ഉണ്ടാക്കണ എന്തിനാണെന്ന് അറിയാമോ? നിന്നെ പോലുള്ള ഈ ദരിദ്രവാസി അങ്ങനെയുള്ളവർ ഇത് നശിപ്പിക്കാനുള്ളതല്ല. നിനക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകണം, നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാകണം, എന്തെങ്കിലും എവിടെന്നെങ്കിലും പൈസ കിട്ടാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നിനക്ക് ഉണ്ടാകണം. ഒന്നുമില്ല, ഇല്ലേ? അപ്പൊ ഞാൻ ഈ എണ്ണി ചുട്ടപ്പം പോലെ ഉണ്ടാക്കണ പൈസ മുഴുവൻ നശിപ്പിക്കാനുള്ള പൊടിമോനാണ് നീ, ഇല്ലേ? അങ്ങനെയുള്ളവനാണ് നീ, ശരിയല്ലോ? എത്ര കാശ് ചെലവായിരുന്നു നിനക്ക്? എത്ര കാശ് ചെലവായി? 2500 രൂപ. 2500 രൂപ. ഇങ്ങനെ 2500 രൂപ. 2500 രൂപ. 2500 രൂപ അല്ല, ഇന്ന് നിനക്ക് ചെലവായത് 2500 രൂപ അല്ല, അതിൽ കൂടുതൽ ചെലവായിട്ടുണ്ട്. 2500 അല്ല, അതിൽ കൂടുതൽ നിനക്ക് ചെലവായിട്ടുണ്ട്. അവളുടെ അത്ര ഉണ്ടായിരുന്നുള്ള അപ്പച്ച. അത് കഴിഞ്ഞപ്പോ ഞാനിങ്ങോട്ട് പോന്നു. ആഹാ, അപ്പന്റെ മോൻ തന്നെ. വെറുതെ വാങ്ങിക്കണേ ഈ പത്രം. വായിക്കാനല്ലാതെ 10 പൈസ കൊള്ളൂല. വേണ്ടില്ലേ? പത്രം വായിക്കാനല്ലാതെ പിന്നെ എന്തിനാ കൊള്ളണം? ഇന്നലത്തെ വാർത്ത തന്നെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. അത് ഇന്നലത്തെ പത്രമാണ് മനുഷ്യ. ആണോ? എന്നാ പിന്നെ
ഇന്നത്തെ വായിച്ചിട്ട് നാളത്തെ വായിക്കാം. അടി നോക്കിയ സുകുമാരൻ അടിയോടി അന്തരിച്ചു. ഭാര്യമാർ രാധിക, ചന്ദ്രിക, രമ, ഋതിക, രാധിക, ചാന്ദിനി, സിന്ധു, പിന്നെ ആരാ രമണി. ഇത്ര ഭാര്യമാരാ. മക്കള് രവി, രാജു, രഘു, ഉത്തമൻ. 5 പിള്ളേരേ ഉള്ളൂ. 12 ഭാര്യമാര്. അവന്റെ ഒരു ഭാഗ്യം. പണ്ടത്തൊക്കെ പറഞ്ഞ ഇങ്ങനെയാണ്, ഇത്ര വേണമെങ്കിലും നമുക്ക് കെട്ടാം. ദശരഥ മഹാരാജാവ് 3 കെട്ടി, അക്ബർ 3 കെട്ടി. അതുപോലെ എത്ര ആൾക്കാരാണ് പെണ്ണ് കെട്ടിയത്. നമ്മളിവിടെ 1 കെട്ടിയപ്പോ തന്നെ കണ്ണ് കെട്ടി. പാഞ്ചാലിക്കും ഉണ്ടായിരുന്നു 5 കെട്ടിയമ്മ. എന്നോടൊരു തമാശ പോലും പറയാൻ പറ്റില്ല. അപ്പൊ കയറി അങ്ങോട്ട് സീരിയസ് ആകും. ഇച്ചിരി സീരിയസ് ആകും. പറയാനേ ഇച്ചിരി കാര്യമുണ്ട്. ഇതോരോരോ നല്ല നല്ല ആലോചനകൾ വന്നതാണ് എനിക്ക്. ആ ചങ്ങനാശ്ശേരിയിൽ ആ പോലീസുകാരനെ കിട്ടിയാൽ മതിയായിരുന്നു. അവന്റെ ഭാഗ്യം. ഇനി അവന്റെ ഭാഗ്യം. ആ പുന്നപ്രക്കാരൻ കൃഷിക്കാരൻ എന്താ അന്തസ്സായിട്ട് ജീവിക്കണം എന്നറിയാമോ? ആ കുട്ടനാട്ടിലെ ആലോചന എന്ത് നല്ലൊരു ആലോചനയായിരുന്നു. അവസാനം എന്റെ തലേ വന്ന് കയറിയതാ ഈ ആലുവക്കാരൻ. എന്നിട്ട് ആലുവക്കാരൻ എന്താ മോശക്കാരനാണ്? ഓ ഫസ്റ്റാണ്. എന്താണ് ആലുവക്കാരൻ അത്ര മോശക്കാരനൊന്നും അല്ല. ആലുവക്കാരൻ അങ്ങനെ നീ കൊച്ചാക്കരുത്. ആലുവക്കാരൻ ഉള്ളത് കൊണ്ടാണ് നീ വെട്ടത്തും വെളിച്ചത്തും കിടക്കണത്. ഇല്ല ഇരുട്ടത്ത് കിടന്നേണ്ടി വന്നേ. അങ്ങനെയാണ്. ബൾബ് കണ്ടുപിടിച്ചത് ആരാടി? ആലുവക്കാരനാ. തോമസ് ആലുവ. തോമസ് ആലുവ എഡിസന്റെ മോൻ. കേട്ടിട്ടില്ലേ തോമസ് ആലുവ എഡിസൺ? ചുമ്മാതല്ല ആ ചെറുക്കൻ ഇങ്ങനെ പോയത്. ഓ ഇനി അവന്റെ ഇവിടെ നിൽക്ക് കയറി. കഴിഞ്ഞാ നിന്റെ കുളി കഴിഞ്ഞാ? ആ കുളി കഴിഞ്ഞു. ഇനി എപ്പോഴാണ് നിന്റെ കുളി? ഇനി ഒരു 3 മണിയാകുമ്പോ പോണം. ഒരു ദിവസം എത്ര കുളി കുളിക്കോടാ? എനിക്കറിയാൻ പാടില്ല. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുളിക്കണത്? ചൂട് ഭയങ്കര ചൂട്. എടാ ഈ മുറ്റത്തൊരു കുളയില്ലേടാ? നല്ല കുളിർമയുള്ള വെള്ളമുള്ള ഇത് തണുപ്പാണ്. കിണറില്ലേടാ? ഇത് തണുപ്പാണ്. എടാ ചൂട് സമയത്ത് തണുത്ത വെള്ളവും തണുത്ത സമയത്ത് ചൂടുവെള്ളവും ബാത്റൂമിനകത്ത് ഒരു ഹീറ്റർ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഹീറ്റ്ലർ അല്ല ഹീറ്റർ. എന്താണെങ്കിലും അത് അതിനകത്ത് കുത്തി അതിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചൂടെ? അത് ഭയങ്കര ചൂടും. എന്നോട് ആരാ പറഞ്ഞത് ഈ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ? ഡോക്ടർ പറഞ്ഞത് നീന്തണമെന്ന്. തടി കുറയണമെങ്കിൽ നീന്തണമെന്ന് പറഞ്ഞു. തടി കുറയണമെങ്കിൽ നീന്തിയാ പോരാ, തീറ്റ കുറക്കണം. 1 വീതം 3 നേരമാണ് വെട്ടി വിഴുങ്ങണത്. 3 മണിയാകുമ്പോ ഒന്നും കുളിക്കാൻ പോകണ്ടേ? നീ ഇങ്ങനെ തിന്നും കുടിച്ചു ഇങ്ങനെ നടന്നോ? ഈ ചെറുക്കനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നുണ്ടോ? നീ അവനോട് പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ. നിനക്കേ ഇപ്പൊ എത്ര വയസ്സായെന്ന് നിനക്ക്? 32. ഞാൻ 22-ാം വയസ്സിൽ പെണ്ണ് കിട്ടിയതാ. എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പാണ് ഇപ്പൊ നീ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഈ മുതുക്കം കാല് കണ്ട് ഞങ്ങൾ മടുത്ത്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണണം. അതുകൊണ്ട് നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അവനെ കെട്ടിക്കാൻ പോണോ? നിന്നെ കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. ദൈവത്തിന് നന്ദി. അയ്യോ ദൈവത്തിന് നന്ദി. ദൈവത്തിനല്ല നന്ദി പറയേണ്ടത്. നീ കുളിക്കാമണ കുളിക്കടവിലെ പെണ്ണുങ്ങൾക്കാണ്. അവരാണ് പറഞ്ഞ മര്യാദയ്ക്ക് ചെറുക്കനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ആ വെള്ളത്തിൽ മുക്കി കൊല്ലുവെന്ന്. 3 മണിക്ക് ഇനി കുളിക്കാൻ പോകണ്ടല്ലേ? 3 മണിക്ക് പോയിക്കോ. 3-ാം പക്കം പൊങ്ങും.